ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രസവശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പ്രസവശേഷം സ്ത്രീകൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ കാര്യത്തിലാണ്. പോഷകങ്ങൾ അടങ്ങിയതും നന്നായി ദഹിക്കുന്നതുമായ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് നെയ്യ് അടങ്ങിയതും വറുത്തതും പൊരിച്ചതുമൊക്കെയായ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. നന്നായി വെള്ളം കുടിക്കുകയും വേണം. മുലപ്പാൽ ഉണ്ടാകാനും ദഹനം നന്നായി നടക്കാനും മുറിവിൻ്റെ വേദനയൊക്കെ കുറയ്ക്കാനും വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും എത്രയും വേഗം നടന്നു തുടങ്ങുന്നതാണ് നല്ലത്. എല്ലാ ദിവസവും കുറച്ച് സമയം നടക്കാൻ ശ്രമിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് സ്റ്റിച്ചിൻ്റെ കാര്യമാണ്. സിസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും സ്റ്റിച്ചിൻ്റെ ഭാഗം എപ്പോഴും ക്ലീനും ഡ്രൈയുമായി വെക്കണം. കുളിയൊക്കെ കഴിഞ്ഞ് സ്റ്റിച്ച് ഇട്ടിരിക്കുന്ന ഭാഗം വെള്ളം ഇരിക്കാതെ കോട്ടൺ തുണി ഉപയോഗിച്ച് നന്നായി ഒപ്പിയെടുക്കുക. പിന്നെ എല്ലാവർക്കുമുള്ള ഒരു ഡൗട്ടാണ്, എപ്പോൾ മുതലാണ് എക്സസൈസ് ഒക്കെ ചെയ്ത് തുടങ്ങാവുന്നത് എന്നത്. ഓരോരുത്തരുടെയും ഡെലിവറിയുടെ രീതിയും ഹെൽത്തും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനോട് എപ്പോഴാണ് എക്സസൈസ് ചെയ്ത് തുടങ്ങാവുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഡെലിവറിക്ക് ശേഷം ഡോക്ടർ അയൺ ടാബ്ലറ്റും കാൽസ്യം ടാബ്ലറ്റും ഒക്കെ കഴിക്കാൻ തരുന്നതാണ്. ഇത് ഒഴിവാക്കാതെ കറക്റ്റായിട്ട് ഡോക്ടർ പറയുന്ന അത്രയും ദിവസം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഡെലിവറിക്ക് ശേഷം നിങ്ങൾക്ക് പനി, ചുമ, മറ്റെന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാവുകയാണ് എങ്കിൽ സ്വയം മരുന്ന് വാങ്ങി കഴിക്കാതെ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രമേ മെഡിസിൻസ് കഴിക്കാൻ പാടുള്ളൂ. ഡെലിവറിക്ക് ശേഷം കിടക്കുമ്പോൾ കാല് അടുപ്പിച്ച് വെച്ച് കിടക്കാൻ ശ്രദ്ധിക്കുക. കാല് അകത്തി വെച്ച് കിടക്കുമ്പോൾ സ്റ്റിച്ചിനൊക്കെ വലിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്. കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ പരമാവധി എഴുന്നേറ്റിരുന്നു കൊണ്ട് പാല് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെയുള്ളൊരു ഡൗട്ടാണ്, ഡെലിവറിക്ക് ശേഷം എപ്പോൾ മുതലാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നത്. ഡെലിവറിക്ക് ശേഷം 6 ആഴ്ച വരെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. കഴിവതും ഒരു 2-3 മാസത്തിന് ശേഷം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് നല്ലത്. ഡെലിവറിക്ക് ശേഷം ഒരു 6 ആഴ്ച വരെയെങ്കിലും സ്റ്റെപ്പ് കയറുന്നതും വെയിറ്റ് ഒക്കെ എടുക്കുന്നതും കുഞ്ഞു നിവർന്നുള്ള പണികൾ ചെയ്യുന്നതും കട്ടിപ്പണികൾ ചെയ്യുന്നതും ഒഴിവാക്കണം. പിന്നെയുള്ളൊരു ഡൗട്ടാണ്, ഡെലിവറിക്ക് ശേഷം തിളച്ച വെള്ളം കുളിക്കാൻ ഉപയോഗിക്കണോ എന്നുള്ളത്. സിസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും തിളച്ച വെള്ളത്തിൽ കുളിക്കേണ്ട ഒരാവശ്യവുമില്ല. ദേഹത്ത് ഒഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചാൽ മതിയാകും. ഡെലിവറിക്ക് ശേഷമുള്ള ബ്ലീഡിങ് 6 മുതൽ 8 ആഴ്ച വരെയൊക്കെ ഉണ്ടാകാറുണ്ട്. ആദ്യത്തെ ആഴ്ചകളിൽ നല്ല രീതിയിലുള്ള ബ്ലീഡിംഗ് ഉണ്ടാകും, പിന്നീട് കുറഞ്ഞു വരുന്നതാണ്. സിസേറിയൻ ഡെലിവറി കഴിഞ്ഞവർ എപ്പോൾ മുതലാണ് കുഴമ്പൊക്കെ തേച്ച് കുളിക്കാൻ പറ്റുന്നത് എന്ന് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കണം. സ്റ്റിച്ചിൽ കുഴമ്പൊക്കെ ഇരുന്ന് ഇൻഫെക്ഷൻ ആവാതെ നോക്കുക. കഴിവതും കുഞ്ഞു ഉറങ്ങുന്ന സമയത്തൊക്കെ അമ്മയും ഉറങ്ങുക. കുഞ്ഞുങ്ങൾ പകൽ ഉറങ്ങുകയും രാത്രി എഴുന്നേൽക്കുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോൾ അമ്മയ്ക്ക് ഉറക്കം കിട്ടില്ല. ഉറക്കക്കുറവ് അമ്മമാരിൽ മാനസികമായി പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാം. അതുകൊണ്ട് കുഞ്ഞു ഉറങ്ങുന്ന സമയത്ത് അമ്മയും നന്നായി ഉറങ്ങുക. ഡിസ്ചാർജ് ആയതിനു ശേഷം ഡോക്ടർ ഒരു ദിവസം കൺസൾട്ടേഷന് ചെല്ലാൻ പറയാറുണ്ട്. ഡോക്ടർ പറയുന്ന ദിവസം കറക്റ്റായിട്ട് കൺസൾട്ടേഷന് ചെല്ലുക. സ്റ്റിച്ചൊക്കെ ഉണങ്ങി തുടങ്ങിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ചെല്ലാൻ പറയുന്നത്. ഇങ്ങനെ കൺസൾട്ടേഷന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ കുഞ്ഞുങ്ങളെ താലോലിക്കുകയും കുഞ്ഞുമായി സംസാരിക്കുന്നതുമൊക്കെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ട് ശക്തിപ്പെടുത്താൻ സഹായിക്കും. ഡെലിവറി കഴിഞ്ഞുള്ള വേദനയും ബുദ്ധിമുട്ടുകളുമൊക്കെ കുറച്ച് ആഴ്ചകൾ കഴിയുമ്പോൾ മാറുന്നതാണ്. അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയോ വിഷമിക്കുകയോ ചെയ്യാതെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.